राधा माधव कुंज बिहारी जय गोपी जन वल्लभा जयो गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जयो गिरिवरधारी जय गिरिवरधारी जय यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यमुना तीरा वनचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी हरे कृष्णा 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 हरे 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 रामा राम राम हरे 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 कृष्ण माताजी दंडवत प्रणाम हरे कृष्ण माताजी താങ്ക് യു ഹരേ കൃഷ്ണ തുടങ്ങട്ടോ പ്രഭു ഹരേ കൃഷ്ണ തുടങ്ങാം മാതാജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ക്യാമറ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ യസ്മാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാഗപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുഗിതാവതാരം അപാര സംസാര സമുദ്രസേതും ഭജാമഹേ ഭാഗവതസ്വരൂപം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ കഥഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് സ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. കഴിഞ്ഞത് ആഴ്ചയിൽ നമ്മൾ എടുത്തത് 27-ാമത്തെ ശ്ലോകം വരെ 1:13-27 നാം കടന്നു എന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി സെൻട്രൽ ഓഫീസ്. ഹരേ കൃഷ്ണ. നമ്മൾ ഏത് ശ്ലോകം എടുത്തതെന്ന് ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ. മാതാജി 27 വരെയാണ്.
അപ്പൊ നമ്മള് എടുത്ത ശ്ലോകത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു ധീരൻ ആരാണെന്ന് പറഞ്ഞു. ആരാണ് ഈ ധീരൻ എന്ന് ഓർമ്മിക്കാമോ? ആർക്കെങ്കിലും പറയാം? കുടുംബത്തെക്കുറിച്ചും മറ്റൊന്നിനെ കുറിച്ചും യാതൊരു ആകുലതയും ഇല്ലാത്തവനെയാണ് നമ്മൾ ധീരൻ എന്ന് ഒരു പറഞ്ഞത്. പോയിന്റ്. അടുത്ത പോയിന്റ്. പിന്നെ ആരാണെന്ന് സ്വന്തമായ മറ്റു പ്രേരണയിലോ ഈ ഭൗതിക ജീവിതം മിഥ്യയും ക്ലേശഭരിതവുമാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് പരമദിവ്യോത്തമ പുരുഷനെ ആഗ്രഹിക്കുന്ന ഉത്തമ വ്യക്തി ആരാണോ, പരിത്യാഗ ജീവിതക്രമം സ്വീകരിച്ചിരിക്കുന്നത് ആരാണ്? പിന്നീട് ശ്രവണ കീർത്തന ജപ പ്രക്രിയയിലോ ഭഗവത് അവബോധം ഉണർത്തി അന്തരംഗത്തിൽ അധിവസിക്കുന്ന ഭഗവാനെ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായും ആശ്രയിച്ച് ഭവനം ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ആത്മാർത്ഥ ഭഗവത് ഭക്തനെയും നമ്മൾ ധീരനെന്ന് പറയും, അല്ലെ? അപ്പം ഇവിടെ ധീരനാക്കുകയാണ് വിതുരരാരെ ആരെ? ധൃതരാഷ്ട്ര ഒരു ധീരനാക്കി തീർക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കറിയാം, നമ്മളെ രണ്ടു തരം ലോകങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം പഠിച്ചു. അതില് ഒരു ലോകത്തെ കുറിച്ച് ഞാൻ വ്യക്തമായും പറഞ്ഞിരുന്നു. അതെ, ഏതൊക്കെയാണ് ആ രണ്ടു തരം ലോകങ്ങൾ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്നൊക്കെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? പവർഗത്തിന്റെ ആണോ? അതെ. പരിശ്രമത്തിന്റെ പരിസമാധിയില് നമുക്ക് അതെ. അപ്പൊ അത് ഏത് ലോകത്തെയാണ് അത് കുറിക്കുന്നത്? അറിയത്തില്ല മാഷി. ആർക്കെങ്കിലും അറിയുന്നവര്? നമ്മളെ ഭഗവാന്റെ ലോകത്തെ കുറിച്ചാണ് പറയുന്നത്. അതല്ലേ ഭഗവാന്റെ ലോകത്തെ കുറിച്ച് പറയുന്നത്. അല്ല, പാപ വരുമ്പോൾ നമ്മള് കണ്ടു കഷ്ടപ്പെടുന്നു, നമ്മുടെ വായിന്ന് പത വരുന്നു, നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെന്ത് ലോകമാണ്? അപവർഗമില്ലാത്ത ലോകം ഭഗവാന്റെ ലോകമല്ലേ? അപവർഗ ലോകം എന്ന് പറയുന്നത് ഭഗവാൻ ലോകം, സ്പിരിച്വൽ അപവർഗം. ഈ പവർഗം എല്ലാം ഉള്ള ലോകമാണ് ഈ നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകം. നമ്മൾ ആശിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് ഈ ഭൗതിക ലോകത്തിലേക്ക്. നമുക്കിവിടെ സുഖം വേണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയോ നമുക്കിവിടെ ഒരുപാട് സുഖമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എവിടെ ഇരുന്ന ആൾക്കാരാണ്? എല്ലാം ഭഗവാന്റെ അടുത്ത് സ്പിരിച്വൽ വേൾഡ് കഴിഞ്ഞിരുന്ന ആൾക്കാരാണ്. സ്പിരിച്വൽ വേൾഡിൽ എന്ന് മാത്രമല്ല, നമ്മളെ ആദ്യം എന്താണ് ഒരു ബ്രഹ്മസ്ഥാനം ബ്രഹ്മാവിന്റെ സ്ഥാനം നൽകിയാണ് നമ്മളെ ഇങ്ങോട്ട് വിടുന്നത്. നമ്മളെ ആ ആഗ്രഹം ഒക്കെ സാധിച്ചിട്ട് തിരിച്ചു പോകാനാണ് നമ്മളെ പറഞ്ഞു വിട്ടത്. നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞു. ഒരു അച്ഛന് പറയാണ്, മകൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ പോകണം, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകണം, എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്, പഠിക്കാനുണ്ട് എന്നറിയാം, അവനെ പഠിപ്പിച്ച് വലുതാക്കണമെന്നാണ് അച്ഛൻ ആഗ്രഹമെങ്കിൽ പോലും, പക്ഷെ എന്ത് ചെയ്യും? ഈ ആഗ്രഹം ഉള്ളിടത്ത് വിട്ടെന്ന് വരും. അന്ന് പറയുന്നത് പോലെ അച്ഛനാകുന്ന ഭഗവാൻ നമ്മൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് വിട്ടതാണ്. നമ്മളെന്ന് പറയുന്നത് വളരെ കുറച്ച് പേരെ വിട്ടത് എന്ത് ചെയ്തു? ഇവിടെ കിടന്നങ്ങ് ഇതായി. ആഗ്രഹമുള്ളവരെ വിട്ടതാണ്. അവര് പിന്നെ ഇവിടെ വന്നപ്പോ ഇവിടുന്ന് പോകാൻ ഇഷ്ടമില്ല, അത് ഇവിടെ തന്നെ അങ്ങ് എത്തി. അപ്പം അപവർത്തനത്തിൽ നിന്ന് നമ്മൾ പവർത്തനത്തിലേക്ക് വന്നു. ഈ ഭൗതിക ലോകത്തിലേക്ക് ഇവിടെ കിടന്ന് നമ്മളിപ്പം ഇങ്ങനെ തിരിച്ചു പോകാനാകാതെ, നമുക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹം ഒരിക്കലും വരില്ല. കാരണം എന്താണ്? ഇവിടുത്തെ ഈ കളർഫുൾ ആയിട്ടുള്ള ലൈഫിൽ നമ്മളങ്ങ് മുഴുകിപ്പോയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് കഷ്ടതകൾ നമുക്ക് വരുമ്പോഴാണ് നമുക്ക് പോകണമെന്ന് തോന്നാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പിന്നെന്താണ്? ആരെങ്കിലും നമ്മളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിന്നാൽ പല പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ കഷ്ടത വന്നാലും നമ്മൾ പഠിക്കത്തില്ല. പിന്നെയും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, എന്റെ കഷ്ടത മാറ്റിത്തരണേ എന്നാ പ്രാർത്ഥിക്കുന്നല്ലേ? എന്നെ കഷ്ടപ്പെടുത്തല്ലേ ഭഗവാനെ, എനിക്ക് കഷ്ടത മാറ്റിത്തരണേ, ഞാൻ അത് ചെയ്തേക്കാമേ, ഇത് ചെയ്തേക്കാമേ. ഒരുപാട് പൂജകളും ഭഗവാന്റെ അടുത്ത് അത് നടത്താം ഇത് നടത്താം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ നിൽക്കാൻ നോക്കും. അപ്പോഴും നമ്മൾ മറ്റേ ഓർക്കുന്നില്ല, ഇന്ദ്രൻ ഒരിക്കലും ഇവിടെ വന്നിട്ട് പന്നിയുടെ വേഷത്തിൽ വന്നിട്ട് ഇവിടെ തന്നെ കഴിയാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത് പോലെ എന്താണ്? ഇവിടുത്തെ ഇതിൽ പെട്ടുപോകും നമ്മൾ. അപ്പോഴങ്ങനെ നമ്മൾ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുകയേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മള് ഭൗതിക ലോകവും അതേക്കുറിച്ചും എന്താണ് സ്പിരിച്വൽ വേൾഡ്, ആത്മീയ ലോകത്തെ കുറിച്ച്, ആത്മീയ ലോകം എന്ന് പറയുന്ന അപവർഗമാണ്, ഭൗതിക ലോകം എന്ന് പറയുന്നത് പവർഗത്തിലാണ് മനസ്സിലായി. അപ്പൊ നമ്മളത് ഇതിൽ നിന്ന് ഇപ്പൊ നമ്മൾ ധൃതരാഷ്ട്ര കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. നമ്മള് എങ്ങനെയാണ് മനുഷ്യര് മറ്റ് ആനിമൽസിൽ നിന്നും വ്യത്യസ്തരായിരിക്കുന്നത്?
മനുഷ്യന് മനനം ചെയ്യുവാനുള്ള കഴിവുള്ളത് കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കുക എന്നുള്ളതാണ് അല്ലേ? അല്ല, ധർമ്മം എന്ത് അധർമ്മം എന്തെന്ന് തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി മനുഷ്യനുണ്ട്. അത് ശരി, ഓക്കെ. അപ്പം നമുക്ക് മനുഷ്യനും ആനിമൽസിനും ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മേറ്റിംഗ് ആൻഡ് ഡിഫെൻഡിങ്, ഇത് 4 ഒരുപോലെ, 2 കൂട്ടർക്കും ഒരുപോലെ തന്നെ, രണ്ടുപേരും ഒരുപോലെയാണ് അത് കാര്യത്തില്. പക്ഷേ പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കുക, എൻക്വയറി അബൌട്ട് ദി ആബ്സല്യൂട്ട് ട്രൂത്ത്, അത് ആരിൽ മാത്രമേ ഉള്ളൂ, മനുഷ്യന് മാത്രമേ അതിനെ കഴിയുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ മനുഷ്യന് മാത്രമായി കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഭഗവാനെ അറിയുക എന്ന് പറയുന്ന ഒരിത്. അപ്പൊ നമുക്ക് റിയലായിട്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് 4, 3, 7 തരം പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാം? എന്തോ പറഞ്ഞിട്ട്? അതായത് പിന്നെ ക്ലേശത്രയം, പിന്നെ ജനന മരണ, അതായത് ചതുർവിധ ജനന മരണ, വാർദ്ധക്യം, അതുപോലുള്ള 4 ക്ലേശങ്ങൾ. ജനനം, മരണം, വാർദ്ധക്യം, അസുഖം എന്ന 4 റിയൽ പ്രോബ്ലംസ് ഓഫ് ലൈഫും പിന്നെന്താണ് ത്രിവിധ ക്ലേശങ്ങളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുക എപ്പോഴും, അല്ലെ? അപ്പോഴേ ഇതെല്ലാം നമ്മള് ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നും നമ്മുടെ ഡെസ്റ്റിനേഷൻ, ആക്ച്വൽ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നും ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോഴേ 3 തരത്തിൽ നമുക്ക് ഈ നോളജ് കിട്ടും. ഏതൊക്കെയാണെന്ന് അറിയാമോ? പ്രത്യക്ഷ പ്രമാണം, അനുമാന പ്രമാണം, ശബ്ദ പ്രമാണം. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ആരെങ്കിലും പറയുന്നോ? പ്രഭു തന്നെ പറഞ്ഞോളൂ. കാണുന്നത് മനസ്സിലാകുന്നു, കാണുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നതാണ് പ്രത്യക്ഷ പ്രമാണം. നമ്മൾ കാണുന്നത് എന്തോ അത് സത്യമെന്ന് ചിന്തിക്കുന്നു. സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയും, അല്ലെ? അപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള പെർസെപ്ഷൻ, നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുക, അതല്ലേ ശരി എന്ന് നമുക്ക് ചോദിക്കും, അല്ലെ? തോന്നാം, അല്ലെ? നമ്മുടെ എല്ലാവരും പറയാറുണ്ട്, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാനത് മാറ്റി പറയില്ല, എന്റെ കണ്ണുകൊണ്ട് കാണാത്തതൊന്നുമില്ല, ഇങ്ങനൊക്കെ നമ്മൾ പറയും, അല്ലെ? അല്ലെങ്കിൽ ചെവി കൊണ്ട് കേട്ടതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയുന്നതിനെയാണ് പ്രത്യക്ഷ പ്രമാണമെന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാല്, നമുക്ക് നമ്മുടെ ഫാക്ട്സ്, ഫിഗേഴ്സ്, തിയറീസ് ഇതൊക്കെ മാറുന്നുണ്ട്. നമുക്കറിയാം, സയന്റിസ്റ്റ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ആ കണ്ടുപിടിക്കുന്നതൊക്കെയും യഥാർത്ഥത്തിൽ ചിലപ്പോൾ അത് കുറച്ചു കാലം കഴിയുമ്പോൾ മാറ്റം വരുന്നുണ്ട്, അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന ആ പരമസത്യം അതിന് ഒരു മാറ്റവും ഇല്ലാതെ, ഒരു ചേഞ്ചും ഇല്ലാതെ നിലകൊള്ളുന്നു. അതിനെ നമ്മുടെ ഈ ബ്ലണ്ടായിട്ടുള്ള മെറ്റീരിയൽ സെൻസ് കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതല്ല. കൂടാതെ നമ്മുടെ ഈ മെറ്റീരിയൽ സെൻസസിന് 4 ഡിഫക്ട്സും 4 ഡിഫക്ട്സ് ഉണ്ട്. ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ? പ്രഭുവിന് പറയാമോ? വേറെ ആരെങ്കിലും പറയുന്നെങ്കിൽ അത്രയും നല്ലത്. ഹരേ കൃഷ്ണ. എന്തൊക്കെയാണ് ഇപ്പോ? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് പരിമിതിയുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനെ ശരിയായിട്ട് മനസ്സിലാകത്തില്ല. പിന്നെ നമ്മള് മറ്റുള്ളവർ പറയുന്നൊക്കെ കേട്ട് മനസ്സിലാക്കുന്നു. അപ്പം അതായത് ഇന്ദ്രിയങ്ങൾക്ക് പരിമിതി ഉണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇംപെർഫെക്റ്റ് ആണ്, ഇംപെർഫെക്റ്റ് സെൻസസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മുടെ കാതുകൾക്ക് കേൾക്കാനുള്ള ശക്തി നമ്മുടെ കാതുകൾക്കുണ്ട്. പക്ഷേ ഔട്ട്സൈഡ് ദ റേഞ്ച് ആയാലും, ഒരു റേഞ്ചിന് അപ്പുറത്തായാലോ നമുക്ക് കേൾക്കാൻ പറ്റുമോ? അതുപോലെ നമ്മുടെ കണ്ണുകൾക്ക് കാണാനുള്ള ശക്തിയുണ്ട്. അപ്പൊ അതും ഒരു റേഞ്ചിനപ്പുറത്തുള്ളതിനെ നമുക്ക് കാണാൻ കഴിയുകയില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിനെ അതിനപ്പുറത്തുള്ളത് എന്താണ്, നമുക്ക് ഒരു പരിധി വരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനേ കഴിയുകയില്ല. പിന്നെ കണ്ണുകൾക്ക് അപ്പൊ ഒരു മറ്റുള്ള ലോകത്തിലുള്ള കോണ്ടാക്ട്സ് ഒന്നും നമുക്ക് കിട്ടിയില്ല കണ്ണുകൾ കൊണ്ട്, അല്ലെങ്കിൽ ചെവി കൊണ്ടും കിട്ടുകയില്ല. പിന്നെ നമുക്ക് പറയാവുന്നത്, ഒന്നാമത്തേത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇംപെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ കണ്ണുകളും ചെവികളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താണ്,
എപ്പോഴും നമ്മളെ മായയ്ക്ക് വശംവദരായി, നമുക്ക് ഫീലിങ്സ് ഉണ്ടാകും. ആ ഒരു മായയുടെ ആ വശംവദരായിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ നമുക്ക് തെറ്റുപറ്റാനുള്ള, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട്. ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ചിലപ്പോൾ കഴിയാതെ വന്നിട്ട് നമുക്ക് തെറ്റുപറ്റാൻ കഴിയും. പിന്നെ നമ്മൾ തന്നെയും എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും, അവിടെ അങ്ങനെയാണല്ലോ സംഭവിച്ചത്, അപ്പൊ ഇവിടെയും അത് തന്നെ ആയിരിക്കും, അങ്ങനൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു എന്താണ് ചിലപ്പോ അതിനെ ഒരു അതാണ് എന്ന് സമർത്ഥിക്കാൻ നമ്മൾ ഒരു ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് അറിയില്ല, പക്ഷേ അങ്ങനെ ആയിരിക്കാം എന്നുള്ള ആ ചിന്താഗതി വരുമ്പോൾ അതിനെ നമ്മള് മറ്റുള്ള കാര്യങ്ങളെ യഥാർത്ഥത്തിൽ നമുക്ക് അറിയാതെ നമ്മളെ തന്നെ നമ്മൾ ചീറ്റ് ചെയ്യുന്ന ഒരു പ്രൊപ്പൻസിറ്റി. അപ്പൊ ഈ അങ്ങനെ ഡയറക്റ്റ് പെർസെപ്ഷനായ പ്രത്യക്ഷ പ്രമാണത്തിന് പല കുറവുകളും നമുക്ക് പറയാൻ കഴിയും. പിന്നെ അടുത്തത് പറഞ്ഞത് പ്രഭു പറഞ്ഞു അനുമാന പ്രമാണം, അല്ലെ? അപ്പം അനുമാന പ്രമാണം എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ നേച്ചറിൽ പല കാര്യങ്ങൾ അതിനപ്പുറത്തുള്ള, ഇപ്പൊ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്കിപ്പോ അറിയാം കാശ്മീരിൽ എന്തൊക്കെയാണുള്ളത്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെ ഹിമാലയം എങ്ങനെയാണ്, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ. പക്ഷേ നമുക്ക് അവിടെ പോയി കാണുകയല്ല, നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പേപ്പർ വായിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കി എടുത്തിട്ട് അതിനെ നമ്മൾ വേറൊന്നുമായിട്ട് ഒന്ന് അനുമാനിച്ചു പറയുമ്പോൾ അതങ്ങനെയാണ്. ഒരു മല ഇങ്ങനെ ആയതുകൊണ്ട് മറ്റൊരു മലയും അങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ചിന്താഗതി നമ്മളിലേക്ക് വരും. അപ്പൊ അവിടെ അനുമാനമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ കുറിച്ച് നമ്മുടെ മെറ്റീരിയലായിട്ടുള്ള നേച്ചർ നമ്മളിങ്ങനെ എക്സ്പെരിമെന്റലായിട്ട് അത് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാകണമെന്ന് ഇല്ല, അവിടെയും തെറ്റുകൾ സംഭവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്? ശബ്ദപ്രമാണം, അല്ലെ? അപ്പം അത് ഒരു ശരിയായിട്ടുള്ള ഒരു അതോറിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ശബ്ദപ്രമാണം. അപ്പം നമ്മളത് ശരിക്കും വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം അത് ശരിയായിട്ടുള്ള ഒരു അതോറിറ്റിയിൽ നിന്ന് ആയതുകൊണ്ട് ഇപ്പൊ അമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പം എൻ്റെ അച്ഛൻ ആരെയും ചോദിച്ചാൽ അച്ഛനെ ചൂണ്ടിക്കാട്ടാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇവിടെയും അമ്മയാകുന്ന നമ്മുടെ വേദങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ തന്നെയായിട്ടുള്ള നമ്മുടെ പുരാതനമായ വേദങ്ങളിൽ നിന്ന്, വേദം എന്ന് വെച്ചാൽ അറിവെന്നാണ് അർത്ഥം, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രമാണങ്ങൾ ആധികാരികമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെയാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത്. കാരണം അവര് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു, വേദങ്ങള് ശ്രുതിയുമുണ്ട്, സ്മൃതിയുമുണ്ട്. അവരുടെ മനസ്സിൽ ആധികാരികമായിട്ട് കലാകാലങ്ങളായി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിഞ്ഞവർക്ക് അവരുടെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കാവുന്നത് ശബ്ദപ്രമാണത്തെയാണ്. അപ്പൊ അതിനെയും ചോദ്യം ചെയ്യുന്നവരുണ്ടാകാം, പക്ഷെ നമ്മൾക്ക് അതിനെ ആശ്രയിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഈ ശബ്ദപ്രമാണത്തിൽ കൂടി അതിനനുസരിച്ചുള്ള ഉപദേശമാണ് വിതുരര് നൽകിയത്, ധൃതരാഷ്ട്രക്ക് നൽകിയത്. അപ്പം വിതുരരോട് ഈ രീതിയിൽ ഇത് കേട്ടിട്ട് എന്നിൽ നിന്ന് മൈത്രേയൻ വിതുരർക്ക് നൽകിയ ഉപദേശം, ആ ഉപദേശം എത്രമാത്രം മഹത്തായിരുന്നു, ആ ശബ്ദപ്രമാണം, അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് വിതുരര് കൊടുത്തത്, ആ ധൃതരാഷ്ട്രക്ക് ഉപദേശം കൊടുത്തത്. അപ്പൊ ധൃതരാഷ്ട്രക്ക് വിതുരർ ഉപദേശം കൊടുക്കുന്നു, അത് കേൾക്കുന്നു, ഒരു ധീരനാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ 28ാമത്തെ ശ്ലോകത്തിലേക്ക് എത്തുകയാണ്. അപ്പം അത് നമുക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം നമ്പർ 28. അധോദീജീൻ ദിശം യാതോ സുവിരജ്ഞാതഗതിർഭവാൻ ഇതോർവാക്പ്രായശകാല പുംസാം ഗുണവികർഷണഃ. അധോദീജീൻ ദിശം യാതോ സുവിരജ്ഞാതഗതിർഭവാൻ ഇതോർവാക്പ്രായശകാല പുംസാം ഗുണവികർഷണഃ. അധോദീജീൻ ദിശം യാതോ സുവിരജ്ഞാതഗതിർഭവാൻ ഇതോർവാക്പ്രായശകാല
പുംസാം ഗുണവികർഷണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുദേവ് की जय, प्रभुपाद की जय, अनंत कोटि वैष्णव वृंद की जय. ट्रांसलेशन एंड purport श्री भक्तिवेदांत स्वामी श्रील प्रभुपाद की जय, अनंत कोटि वैष्णव वृंद की जय, गुरुदेव की जय. हरे कृष्ण. अथो दीजी, अथ उदीची, अथ प्लस उदीची, अथो दीजी दिशं സ്വൈഹി, അത് വിസർഗമാണ് സ്വൈര എന്നുള്ളത്. സ്വൈഹി അജ്ഞാത ഗതിഹി ഭവാൻ ഇതഃ അർവാക് പ്രായശഃ കാലഃ പുംസാ ഗുണ വികർഷണഃ. അഥ ആയതിനാൽ, അതുകൊണ്ട്, ഉദീചി വടക്ക്, ഉത്തരദിക്ക്, ഉത്തരദിക്കിനെയാണ് ഉദീചി. ദിശം ഡയറക്ഷൻ, ദിശ. യാതു ദയവായി പോകൂ. സോഹി അങ്ങയുടെ ബന്ധുജനങ്ങളുടെ, സ്വന്തം ആൾക്കാരുടെ എന്നുള്ള അർത്ഥം. സോഹി അജ്ഞാത ജ്ഞാതമല്ലാതെ, അറിവോ സമ്മതമോ കൂടാതെ, ഗതിഹി നീക്കങ്ങൾ, ഭവാൻ അങ്ങയുടെ, ഭവാന്റെ എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇതഹ ഇതിനു ശേഷം, അർവാക് മാർഗനിർദ്ദേശം ചെയ്യും. അർവാക് സാധാരണ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള മാർഗനിർദ്ദേശം കൊടുക്കുക. പ്രായശഃ പൊതുവെ, കാലഹ കാലം, പുംസ മനുഷ്യരുടെ, ഗുണങ്ങൾ, വികർഷണ കുറഞ്ഞു വരുന്നു. അഥോ ദീജി ദിശം യാതു സൗണ്ട് കുറഞ്ഞു വരുന്നു. ഹരേ കൃഷ്ണ. സൗണ്ട് കുറഞ്ഞു വരുന്നു. ഹരേ കൃഷ്ണ. സൗണ്ട് കുറയുന്നു. കേൾക്കുന്നുണ്ട്, അവിടുത്തെ കുഴപ്പമായിരിക്കും. ഹരേ കൃഷ്ണ. എന്നോട് അർത്ഥം പറയാം. അഥ അതുകൊണ്ട്, ഉദീചി വടക്ക് ദിശ, ദിശം വടക്ക്, ദിശം ദിശ, യാതു ദയവായി പോകൂ, സോഹി അങ്ങയുടെ ബന്ധുജനങ്ങളുടെ, അജ്ഞാത അറിവോ സമ്മതമോ കൂടാതെ, ഗതിഹി നീക്കങ്ങൾ, ഭവാൻ അങ്ങയുടെ, സ്വയം അങ്ങയുടെ, ഇതഹ ഇതിനു ശേഷം, അർവാക് മാർഗനിർദ്ദേശം ചെയ്യും, പ്രായശഃ പൊതുവെ, കാലഹ എന്ന് പറഞ്ഞ കാലം, പുംസ മനുഷ്യരുടെ, ഗുണങ്ങൾ, വികർഷണ കുറഞ്ഞു വരുന്നു. ഹരേ കൃഷ്ണ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദ്. മനുഷ്യരുടെ സദ്ഗുണങ്ങൾ ക്ഷയിക്കുന്ന കാലം വരെ കാത്തു നിൽക്കാതെ, ദയവായി എത്രയും വേഗം അങ്ങയുടെ ബന്ധുജനങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ ഉത്തര ദിശയിലേക്ക് ഗമിച്ചാലും ആണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചില്ല, ശ്ലോകം വായിച്ചോളൂ വരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചാട്ടോ മാതാജി, ഞാൻ പിന്നെ വായിക്കാം. ഹരേ കൃഷ്ണ. അതോ ദീചിം ദിശം യാതു സ്വൈരജ്ഞാതഗതിർഭവാൻ ഇതോർവാക്പ്രായശാകാല പുംസാം ഗുണവികർഷണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥോ ദീചിം ദിശം യാതു സ്വൈരജ്ഞാതഗതിർഭവാൻ ഇതോ വാക്പ്രായശാകാല പുംസാം ഗുണവികർഷണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധോ ദീജീം ദിശം യാതു സ്വൈരജ്ഞാതഗതിർഭവാൻ ഇതോർവാക്പ്രായശാകാല പുംസാം ഗുണവികർഷണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അധോ ദീജിം ദിശം യാതു സ്വൈരജ്ഞാതഗതിർഭവാൻ ഇതോ അർവാക്പ്രായശ കാല പുംസാം ഗുണവികർഷണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇതോ അർവാക് പ്രായശഃ, അർവാക് പ്രായശഃ. ഹരേ കൃഷ്ണ.
ശ്രീല പ്രഭുപാദിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ ധീരനായി തീരാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലെ. ഇപ്പം ഒന്നുകൂടി പറയുകയാണ്, ധൃതരാഷ്ട്രരോട് പറയുകയാണ്, രാഷ്ട്രത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആളാണ്, ദൃഢമായിട്ട് രാഷ്ട്രത്തെ പിടിച്ചിട്ടുള്ള ആളാണ് ധൃതരാഷ്ട്ര. അദ്ദേഹത്തോട് പറയുകയാണ്, ഒരു ധീരനായി തീരൂ. നീ ബന്ധുജനങ്ങളുടെ യാതൊരു അറിവോ സമ്മതമോ നിനക്ക് ആവശ്യമില്ല. പരക്ഷേമത്തിനായി എന്ന് വെച്ചാൽ ഉന്നതമായ ക്ഷേമം നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നീ ഈ ഭവനത്തിൽ ഇരിക്കാതെ ഇവിടെ നിന്ന് യാത്രയാകൂ. നിനക്കതിന് പോകേണ്ട കാലം എടുത്തിരിക്കുന്നു. അപ്പൊ നമ്മള് ശ്ലോകം പഠിച്ചപ്പം ധൃതരാഷ്ട്ര ആരാണ് എന്ന് പഠിച്ചു. മുജ്ജന്മത്തിൽ എത്രയോ ജന്മങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്ത് പാപം ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ജന്മം അന്ധനായി ജീവിക്കേണ്ട വന്നത് എന്നതിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇവിടെ കഴിഞ്ഞുകൂടുന്നു, എന്നിട്ടും അദ്ദേഹത്തിന് തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹമില്ലാത്തത് കൊണ്ട് പറയുകയാണ്, നീ പരക്ഷേമം നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഉന്നതമായ ക്ഷേമം നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഈ ഭവനത്തെ ഉപേക്ഷിച്ച് നീ ആരോടും പറയാതെ യാത്രയാകാൻ നോക്ക് എന്നാണ് പറയുന്നത്. കാരണം മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വിടുകയില്ല. അപ്പൊ അതുകൊണ്ട് ആരോടും പറയാതെ നീ തിരിച്ചു പോകൂ എന്നാണ് പറയുന്നത്. കലിയുഗം അതിശീഘ്രം നമ്മളെ കലിയുഗം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം നമ്മൾ കലിയുഗത്തിന്റെ പ്രത്യേകത ഒരു ആരംഭമായതേ ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ആ ആരംഭത്തിൽ കലിയുഗത്തിൽ ഇത്രയുമൊക്കെ വരുന്നെങ്കിൽ ഇനിയും കലിയുഗം അങ്ങോട്ട് പുരോഗതി പ്രാപിക്കുന്ന അവസരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് ഭാഗവതം പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇവിടെ കലിയുഗം ഇങ്ങോട്ട്, നീ ഇവിടുന്ന് പോകൂ, നീ ഇവിടെ നിന്ന് നിന്റെ ജീവിതം ഇനിയുമെങ്കിലും നീ സ്വന്തമാക്കി തീർക്കൂ, അല്ലെങ്കിൽ ജീവിതത്തെ കൂടുതൽ ക്ഷേമമുള്ളതാക്കി തീർക്കൂ, നിനക്ക് തിരിച്ചു പോകാനുള്ള മാർഗം ഒരുക്കൂ എന്ന് നേരിട്ടങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. നീ വേഗം പോകൂ, കലിയുഗം ആഗതമായി, നീ വേഗം പോകൂ. നീ ഭഗവാനെ മാത്രം ആലംബമാക്കിയിട്ടുള്ള വിതുരരാണ്. വിതുരൻ എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും അദ്ദേഹത്തിന്റെ മനസ്സിന് ഈ ഭൗതികതയോടെ യാതൊരു പ്രത്യേകതയില്ല. അപ്പൊ നമുക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എത്തുന്ന സമയത്തൊക്കെയും വിതുരരെ സന്ദർശിക്കാറുണ്ടായിരുന്നു. വിതുരരെ കുറിച്ച് പ്രത്യേകിച്ച് അന്വേഷണങ്ങളൊക്കെ നൽകാറും ഉണ്ടായിരുന്നു. അത്രമാത്രം വലിയ ഒരു ഭക്തനായിരുന്നു വിതുരർ. ആ വിതുരരാണ് പറഞ്ഞു കൊടുക്കുന്നത്. വളരെ സ്നേഹമായിരുന്നു വിതുരർക്ക് ധൃതരാഷ്ട്രരോട്. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ ആ ഒരു അദ്ദേഹം അന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, കാരണം എന്തെല്ലാം ഉണ്ടെങ്കിൽ ഇദ്ദേഹം അത് സുഖമായിട്ട് കരുതുന്നെങ്കിലും തൻ്റെ മകന്റെ ആ പ്രവൃത്തികൾ കൂടി അദ്ദേഹത്തിന് അനുഭവിക്കേണ്ട ദുരിതങ്ങളെ കുറിച്ച് വിതുരർ തീർത്തും ബോധവാനായി. പക്ഷേ ഈ ധൃതരാഷ്ട്രം അതൊന്നും അറിയുന്നില്ല. ഇതാണ് അന്ധമായ പുത്രസ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ അന്ധമായി അങ്ങ് വിശ്വസിച്ച് കഴിയുമ്പോൾ, അവരോടുള്ള സ്നേഹം കൂടുമ്പോൾ, അവർ ചെയ്യുന്ന തെറ്റുകളൊന്നും നമുക്ക് തെറ്റായി തോന്നുകയില്ല. കാരണം എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, അച്ഛൻ വന്ന് മകനെ വഴക്ക് പറയുമ്പോൾ പോലും ഒരമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പൊ അവിടെ ആ ഒരു രീതിയിലെ അന്ധമായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു അത്രമാത്രം എന്ന് പറയാൻ സ്നേഹമായിരുന്നു ധൃതരാഷ്ട്രക്ക് തൻ്റെ മക്കളോട് ഉണ്ടായി, പ്രത്യേകിച്ചും മൂത്ത മകനോട്. അത് സ്നേഹം മാത്രമല്ല, ഭയവും ഉണ്ടായി. അങ്ങനെ ഭയവും സ്നേഹവും ഒരുപോലെ അദ്ദേഹത്തെ ഭരിച്ചത്. അപ്പം ഭഗവാനെ മാത്രം, എനിക്ക് വേറെ ആരെയും വേണ്ട, ഭഗവാനെ മാത്രം ആലംബമാക്കിയ ഇവരാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. നീ കുറഞ്ഞ പക്ഷം ഒരു ധീരനെങ്കിലും ആകൂ എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം കുറഞ്ഞ പക്ഷം, അപ്പൊ ധീരനപ്പുറമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നീ പക്ഷം ഒരു ധീരനെങ്കിലും ആകൂ. അങ്ങനെ നീ നിർബന്ധത്തോടെ ഇതിൽ നിന്നും കരകയറാൻ ശ്രമിക്കൂ. അപ്പൊ അങ്ങനെ കരകയറാൻ ശ്രമിച്ചാൽ നീ അടുത്ത പദവിയായ നരോത്തമ പദവിയിലേക്ക് നിനക്ക് എത്താൻ കഴിയും. അപ്പം ഒരു ധീരനാകാൻ ദീർഘകാലത്തെ യോഗാനുഷ്ഠാനം വേണം. വെറുതെ അങ്ങ് ധീരനാകാനൊന്നും പറ്റത്തില്ല. നമുക്ക് ചെയ്യാകുന്ന യോഗാനുഷ്ഠാനങ്ങളിൽ കൂടി മനസ്സിനെ നിയന്ത്രിച്ച്, മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച്, ആ ഭഗവാനോട് അടുത്ത് എത്താനുള്ള ആഗ്രഹം ഉണർത്തിയെടുത്ത് വളർത്തിയെടുക്കണം. കാരണം ഇപ്പം ധൃതരാഷ്ട്രയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. സുഖമായി ജീവിക്കാൻ കഴിയണം, അത് മാത്രമാണ് ധൃതരാഷ്ട്രക്ക് ഉള്ളത്. അപ്പം പറഞ്ഞു കൊടുക്കുകയാണ്, നീ എൻ്റെ മനസ്സിനെ യോഗചര്യയിൽ കൂടി നീ ഉണർത്തിയെടുത്തിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അങ്ങനെ നീ ധീരനാകൂ. ധീരനായി അതിൽ നിന്നും നിർബന്ധത്തോടെ നിനക്ക് പരിശ്രമിച്ചാൽ നിനക്ക് നരോത്തമനാകാൻ കഴിയും.
പക്ഷെ ഇവിടെ അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നത്. ധീരൻ ആകുക, പിന്നെ നരോത്തമനായി മാറുക. നരോത്തമൻ രാജാവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഭഗവാനെ, നരന്മാരിൽ ഉത്തമനായി തീർന്നിച്ച ഭഗവാനെ അറിയുന്നവനായി തീരുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ദീർഘകാലത്തെ യോഗാനുഷ്ഠാനം ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ സന്യാസത്തിന്റെ ആരംഭ നിലയാണ് ഇത് നരോത്തമ പദവി എന്ന് പറയുന്നത്. ആദ്യ പടിയാണ് ഈ നരോത്തമ പദവി എന്ന് പറയുന്നത്. സന്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. സന്യാസം എന്ന് പറയുന്നത് എന്ത് പറയുന്നത്, സർവ്വതും ഉപേക്ഷിച്ചിട്ട്, ഫാമിലി ലൈഫ് ഉപേക്ഷിച്ചിട്ട് വിട്ടുപോകുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വിട്ടുപോകുമ്പോൾ പിന്നെ അവിടെ സന്യാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഭാര്യയൊന്നും കൂടെ ഉണ്ടാവുകയില്ല. അപ്പൊ ഒരു ഋഷി എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം. ഋഷിമാർക്കൊക്കെ ഭാര്യമാരുണ്ടായിരുന്നു, അല്ലെ? അവരുടെ കൂടെ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഭാര്യമാരും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട യജ്ഞം ചെയ്യാനുള്ള പൂക്കൾ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും ഭാര്യമാരെ കൂടി കൊണ്ടുപോയിരുന്നു. അപ്പം സ്ക്രിപ്റ്റേഴ്സ് മനസ്സിലാക്കി എടുക്കുന്നവരെ നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും അറിയാവുന്നവരെ ഋഷിമാരെന്ന് പറയും. പക്ഷേ ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് പോകുന്നവരെ എന്താണ് സന്യാസിമാരെന്നും പറയാറുണ്ട്. ഇവിടെ അവിടെ ആ പടിയിലേക്കൊന്നും എത്താൻ പറയുന്നില്ല. യോഗാനുഷ്ഠാനം ചെയ്യൂ, എന്താകൂ, ധീരനാകൂ, നീ കിണഞ്ഞു പരിശ്രമിച്ചാൽ നിനക്കൊരു നരോത്തമനായി മാറാം എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ജീവിത സാഹചര്യത്തെ കുറിച്ചുള്ള വിവിധരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും സമവസ്ഥിതമായി കൊണ്ടിരിക്കുന്ന കലിയുഗത്തിന്റെ പ്രഭാവത്താൽ ക്രമേണ മങ്ങിയും ക്ഷയിച്ചും അപ്രത്യക്ഷമാകും ഇതെല്ലാം എന്നുള്ളതാണ്. അപ്പൊ കലിയുഗ പ്രഭാവത്താൽ ഇങ്ങനെ ജീവിതത്തെ കുറിച്ചുള്ള കാര്യങ്ങള്, ജീവിതത്തിന്റെ പ്രാധാന്യം ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ വരും. അപ്പം പരമദിവ്യോത്തമ പുരുഷനെ പരിപൂർണമായും ആശ്രയിക്കാൻ, അങ്ങനെ പരിപൂർണമായി ആശ്രയിക്കുന്ന വ്യക്തിയാണ് ആരെ ഒരു മനുഷ്യനെ ഉത്തമ മനുഷ്യനാകുന്നത്. ആദ്യമേ നമ്മൾ ഒരു ഉത്തമ മനുഷ്യനാക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു സാധാരണ വ്യക്തിക്ക് ഇത് അത്രയൊന്നും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം എന്താണ്, നമ്മളെല്ലാവരും മായയിൽപ്പെട്ട് നിൽക്കുകയാണ്. ആ മായയിൽ നിന്ന് തിരിച്ചു പോകാൻ, അഥവാ നമുക്ക് ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു പരമഹംസ പദവിയിലേക്ക് എത്താനൊന്നും നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പം ധീരൻ എന്ന പദവിയിൽ നിന്ന് നിനക്ക് നരോത്തമ പദവിയിലേക്ക് പോകാമെന്ന് മാത്രമേ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. പിന്നെ അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദീർഘകാലത്തെ യോഗാനുഷ്ഠാനത്തിന് ശേഷം മാത്രമേ ധീരാവസ്ഥയിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. പിന്നെ ഇതെല്ലാം സന്യാസത്തിന്റെ ആരംഭ പദവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വിതരരുടെ അനുഗ്രഹത്താൽ ഈ അവസ്ഥ നിഷ്പ്രയാസം ഉടനെ കൈവരിക്കാം. ഏതവസ്ഥ? ധീര പദവി എന്ന അവസ്ഥ. അപ്പം സന്യാസം എന്ന് പറയുന്നതൊക്കെ പരമഹംസ പദവിയിലേക്കുള്ള, അഥവാ ഭഗവാന്റെ ശ്രേഷ്ഠ ഭക്തനായി തീരാനുള്ള ആദ്യ ചവിട്ടുപടിയാണ്. ആദ്യ പടിയാകുന്നു സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വിദുരർ പറഞ്ഞു കൊടുത്തത് നീ ധീരനാകൂ എന്നാണ്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിത ആര്യമീഠ ചിത്വാ സ്വേഷു സ്നേഹപാശാൻ ദ്രഢിമ്നോ നിശ്ചക്രാമ ഭ്രാതൃസന്ദർശിതാത്വാ. ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിത ആജമീഠ ചിത്വാ സ്വേഷു സ്നേഹപാശാൻ ദ്രഢിമ്നോ നിശ്ചക്രാമ ഭ്രാതൃസന്ദർശിതാത്വാ. ഏവം രാജ വിദുരേണ അനുജേന പ്രജ്ഞ ചക്ഷു ബോധിത ആജമീഠ ചിത്വാ സ്വേഷു സ്നേഹപാശാൻ ദൃഢിംന നിശ്ചക്രാമ ഭ്രാതൃ സന്ദർശിത അത്വാ. ഏവം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ, അപ്രകാരം രാജാവ് ധൃതരാഷ്ട്ര, അന്നേരവും രാജാവായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. അതാണ് രാജാവ് ധൃതരാഷ്ട്ര. വിദുരേണ അനുജേന, അദ്ദേഹത്തിന്റെ ഇളയ ഭ്രാതാവ് വിദുരരാൽ. പ്രജ്ഞ അന്തർനിരീക്ഷണം എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്നുള്ള ആ നിരീക്ഷണത്താൽ അദ്ദേഹം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി എപ്പോഴും മനസ്സിലിട്ട് കുറിക്കുന്ന ആളാണ് വിദുരർ.
ചക്ഷു നയനങ്ങൾ, ബോധിത അറിയുകയാൽ, ആജമീഠ അജമീഠ എന്ന് പറയുന്നത് ആ അജമീഠ എന്ന് പറയുന്ന ഒരു വംശമാണ്. ആ അജമീഠ വംശത്തിന്റെ ആ സന്തതിയാണ്. എന്ന് വെച്ചാൽ അജമീഠ വംശത്തിൽപ്പെട്ട ആളാണ് ധൃതരാഷ്ട്രൻ. അതുകൊണ്ടാണ് അവരുടെ വംശത്തിന്റെ പേരാണ് അവിടുത്തെ ഇളമുറ സന്തതി എന്നാണ്. ചിത്വ എന്ന് വെച്ചാൽ നമ്മുടെ മലയാളം തന്നെ വേർപെടുത്തുകയാൽ, സ്വേഷു ബന്ധുജനങ്ങളെ സംബന്ധിച്ച, സ്വന്തം ബന്ധുജനങ്ങളെ സംബന്ധിച്ച, സ്നേഹഭാഷാൻ സ്നേഹത്താൽ ബന്ധിതമായ ഗാഠബന്ധത്തെ, ദൃഢിംന ദൃഢനിശ്ചയത്താൽ നിശ്ചക്രാമ യാത്രയായി, പ്രാധാവിനെ അനുസരിച്ച്, സന്ദർശിത നിർദ്ദേശത്തിൽ, അഥവാ മുക്തിയുടെ പാതയിലേക്ക്. ഏവം രാജ വിദുരേണ അനുജേന പ്രജ്ഞാ ചക്ഷുഃ ബോധിത ആജമീഠ ചിത്വാ സ്വേഷു സ്നേഹപാശാൻ ദൃഢിമ്നോ നിശ്ചക്രമ പ്രാതു സന്ദർശിത അഥ്വ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാ ചക്ഷുർബോധിത ആജമീഢഃ ചിത്താസ്വേഷു സ്നേഹപാശാൻ ദൃഢിമ്നോ നിശ്ചക്രമ പ്രാതു സന്ദർശിതത്വ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിത ആജമീഢഃ ചിത്വാസേഷു സ്നേഹപാശാൻ ദൃഢിമ്നോ നിശ്ചക്രാമ പാതൃസന്ദർശിതത്വ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ. അപ്പം വിവർത്തനത്തിലെ അജമീഠ വംശത്തിലെ ഇളമുറക്കാരനായ മഹാരാജാവ് ധൃതരാഷ്ട്ര അന്തർനിരീക്ഷണ ജ്ഞാനത്താൽ പൂർണ്ണ വിവേകമുള്ളവനായി തീരുകയും അതിൻ പ്രകാരം ദൃഢനിശ്ചയത്താൽ സ്നേഹബന്ധിതമായ ഗാഠ കുടുംബ ബന്ധത്തെ വിച്ഛേദിച്ച് സ്വപ്രാധാവായ വിതുരരുടെ നിർദ്ദേശമനുസരിച്ച് മോക്ഷമാർഗത്തിനായി ഉടൻ തന്നെ കൊട്ടാരം ഉപേക്ഷിച്ച് യാത്രയാവുകയും ചെയ്തു. അപ്പൊ നമ്മള് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പം നമുക്ക് പല വിധത്തിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ എന്തിനാണ് ഇതിൽ ഇദ്ദേഹത്തോട് പറയുന്നത് എന്നൊക്കെ പലരും ഒരു വിഷമത്തോട് പറഞ്ഞു. പക്ഷേ എന്തിനായിരുന്നു വിതുരർ ചെയ്തത് എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായി കാണും. ഇങ്ങനെ കുത്തിയിരുന്ന് ജീവിതകാലം കഴിച്ചു കൂട്ടാതെ എന്തായാലും നമുക്ക് തിരിച്ചു പോയേ പറ്റൂ. നല്ല ഒരു രീതിയിൽ തിരിച്ചു പോകാൻ കഴിയട്ടെ, എത്തേണ്ടടുത്ത് എത്താൻ കഴിയട്ടെ. ഇനിയും ഈ ധൃതരാഷ്ട്ര ചെയ്ത ആ പാപത്തിന്റെ ഫലം ഇനിയും കിടന്ന് ഇരട്ടിക്കാതെ ഇവിടെ ഇരുന്നുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും അല്പമെങ്കിലും ഭഗവാന്റെ കാരുണ്യത്താൽ കുറച്ചെടുക്കാൻ നമുക്ക് കിട്ടാവുന്ന, നമ്മൾ ചെയ്തു പോകുന്ന മഹാപാപങ്ങൾ ഒരുപാടുണ്ടെങ്കിലും നമ്മൾ നടക്കുന്ന വഴി എന്തിനെല്ലാം ഉപദ്രവിക്കുന്നു. ഇവൻ വെറുതെ അങ്ങോട്ടൊന്ന് ഇറങ്ങിയാലും ചിലപ്പോൾ ഒരു ഉറുമ്പിനെ ആയിരിക്കും കൊല്ലുക. അങ്ങനെ എന്തെല്ലാം ആരെല്ലാം എത്ര രീതിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയും ചെയ്യുന്ന മഹാപാപങ്ങൾ ഒരുപാട് അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്തു പോകുന്ന മഹാപരാധങ്ങളെ അതിനെയെല്ലാം കുറയ്ക്കാൻ ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ. ഭഗവാന് നമ്മളോട് എന്ത് തോന്നണം? കരുണ തോന്നണം. അതിനു വേണ്ടി എന്ത് ചെയ്യാമോ അത് നമ്മൾ ചെയ്യണം. അത് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വിതുരരെ അദ്ദേഹത്തോടെ ഇത്രമാത്രം കർക്കശമായി പറഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹം പോകുകയില്ല, അവിടെ ഉറപ്പിച്ചിരിക്കും, സിംഹാസനം വിട്ട് എഴുന്നേക്കുകയില്ല. അത്രമാത്രം ദൃഢമായി രാഷ്ട്രത്തെ പിടിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഇറങ്ങത്തില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ഈ രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ചത്. അപമാനം വരുമ്പോഴെങ്കിലും നമ്മൾ അവിടെ വിട്ടുപോകാൻ ശ്രമിക്കും. അങ്ങനെ അതിൽ ആര് വിജയിച്ചു? വിതുരരെ വിജയിക്കുകയും ചെയ്തു. അപ്പം അവരുടെ വംശത്തിന്റെ പേരായിരുന്നു അജമീഠ വംശം. അപ്പൊ ധൃതരാഷ്ട്രൻ തന്റെ അന്തർനിരീക്ഷണ ജ്ഞാനം കൊണ്ട് അദ്ദേഹം ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന് ജ്ഞാനം കിട്ടി, എന്താ വിവേകം തിരിച്ചു കിട്ടുകയും അങ്ങനെ ആ സ്നേഹത്താൽ ബന്ധിതമായ ഗാഠസ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തന്റെ ഭാര്യ നിൽക്കുന്നുണ്ട്, ഭാര്യ വിളിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആ ബന്ധത്തെ വിച്ഛേദിച്ചിട്ട്, എന്നുവെച്ചാൽ അതിൽ കൂടുതൽ വിച്ഛേദിക്കാൻ പ്രയാസം അദ്ദേഹത്തിന്റെ രാജ്യത്തെയാണ്. രാജ്യം പ്രതീക്ഷിക്കാതെ കിട്ടിയ രാജ്യമാണ്. അതിനെ വിച്ഛേദിച്ചു പോകാൻ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ആ കുടുംബ ബന്ധത്തെയും വിട്ടിട്ട്
അദ്ദേഹം മോക്ഷമാർഗത്തിനായി കൊട്ടാരം ഉപേക്ഷിച്ച് യാത്രയാകുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്, ഈ ശ്ലോകത്തിൽ കാണുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ചൈതന്യ മഹാപ്രഭുവെ ഭക്ത സംസർഗത്തിന്റെ മേന്മ എടുത്തു പറയുന്നു. അപ്പൊ നമ്മൾ ഭക്തരുമായി സംസർഗം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ജീവിതത്തിന്റെ നന്മയിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പൊ ഒരു നിമിഷത്തെ സംസർഗം മതി നമുക്ക് എവിടെ എത്തിച്ചേരാൻ, നല്ല ഒരു നിലയിലേക്ക് ഭക്തനായി മാറാൻ നമുക്ക് കഴിയും. അത് അത്രമാത്രം മാനസികമായിട്ട് നമ്മൾ ഉയർത്താൻ നമുക്ക് ശുദ്ധ ഭക്തന്മാർക്ക് കഴിയുമെന്നുള്ളതാണ്. നമ്മള് ഹരിനാമകീർത്തനത്തിൽ കേട്ടിട്ടുണ്ടാകും, ഖട്വാങ്കനെന്ന ധരണീശന്യ കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്തു വഴി, കേട്ടിട്ടില്ലേ ആ ശ്ലോകം? അപ്പൊ ആ ഒറ്റ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് മാറ്റം കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞു? ഖട്വാങ്കനും എന്ന് പറയുന്ന ആ രാജാവിന് മോക്ഷപ്രാപ്തി നേടാൻ കഴിഞ്ഞു. അപ്പം ആ ഒരു ഭക്തന്മാർക്ക് അത്രമാത്രം പ്രാധാന്യമാണ്. എങ്ങനെയുള്ള ഭക്തന്മാര്? ശുദ്ധ ഭക്തന്മാർക്ക് അത്രമാത്രം പ്രാധാന്യമാണ് ഉള്ളത്. അപ്പൊ അവർക്ക് ആ ഒരു രീതിയിൽ കൂടി മറ്റുള്ളവരെ അവരുടെ ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഭക്ത സംസർഗത്തിന്റെ പ്രാമുഖ്യത്തെ കുറിച്ചാണ് അവിടെ ഊന്നി പറയുന്നത്. അപ്പം ഒരു നല്ല ഒരു ഭക്തനെ, അല്ലെങ്കിൽ എല്ലാവിധ ശ്രേഷ്ഠകളും പ്രാപ്തമാക്കാൻ ആക്കിയിട്ടുള്ള ഒരു ഭക്തനെ വിചാരിച്ചാൽ ഒരു വ്യക്തിയെ അതുപോലെ ഉന്നതനാക്കി മാറ്റാൻ കഴിയുമെന്നാണ് കാണുന്നത്. അപ്പം തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ നമ്മുടെ ശ്രീല പ്രഭുപാദര് അദ്ദേഹത്തിന്റെ ഗുരുവിനെ ഒരുപാട് പ്രാവശ്യം ഒന്നും കണ്ടിട്ടില്ല. വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ അദ്ദേഹത്തിന് ഗുരുവിനെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളൂ. അപ്പം അത് പ്രഭാത ലീല വായിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. പ്രഭാത ലീലയിൽ അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം ആ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാവം നമ്മുടെ പ്രഭുപാദനെ അദ്ദേഹത്തിലേക്ക് അങ്ങ് ആകർഷിക്കുകയാണ് ചെയ്തത് എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ അനുഗ്രഹം, ഭക്തിസിദ്ധാന്ത സ്വാമി സരസ്വതി മഹാരാജിന്റെ ആ അനുഗ്രഹം കൊണ്ടാണ് ശ്രീല പ്രഭുപാദര് ആ രീതിയിലേക്ക് ഉയരുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ വിധിക്കപ്പെട്ടവനാണ് എന്ന് നിങ്ങൾ പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് വിധിച്ചിരുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ പറയാം. പക്ഷേ അതിന് കാരണമായി ഭവിക്കുന്നത് ആ ഒരു ശുദ്ധ ഭക്തനാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് ഒരു ശിഷ്യനെ കണ്ടെത്തി, അദ്ദേഹത്തിന് ഭാഗവതം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ സംസ്കൃതം അറിയാത്തവർക്ക് ആർക്കും തന്നെ ഈ ഭാഗവതം വേണ്ട രീതിയിൽ വായിക്കാൻ കഴിയുകയില്ല. അപ്പൊ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് പാശ്ചാത്യ ഭാഷയിലേക്കാക്കി എത്ര ലോക രാജ്യങ്ങളിൽ ഇന്ന് ഭാഗവതവും ഭഗവത്ഗീതയും എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ കേട്ടു, എന്താണ് ഭഗവത്ഗീത ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന പുസ്തകമായി മാറി ഭഗവത്ഗീത. അപ്പൊ അവിടെ പല രാജ്യങ്ങളിലും പഠന പുസ്തകമായിട്ടും അവരെടുത്തു. അപ്പൊ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തില്ലായിരുന്നെങ്കിൽ അത് സാധിക്കുമായിരുന്നോ? അത് ചെയ്യാൻ പ്രത്യേക കാരണം ഉണ്ടായി. ശ്രീമദ് ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് അത് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു നിമിഷ നേരത്തെ ഒരു ഇത് മതിയായിരിക്കാം, പിന്നെ നമ്മളെ മാറ്റിമറിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടായിത്തീരാം. അപ്പൊ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇത് പാശ്ചാത്യ ഭാഷയിലാക്കിയില്ലായിരുന്നു എങ്കിൽ നമുക്കിത് ചർച്ച ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇവർ തന്നെ പറയുന്ന, ഒന്നുകിൽ ഏതെങ്കിലും ഒരു വ്യവസായിയായി തീരേണ്ട ആൾക്കാരെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ജീവിച്ച് ഡ്രഗ്സ് അടിച്ച് നടക്കേണ്ട ആൾക്കാരെ, അങ്ങനെയുള്ളവരൊക്കെ ആൾക്കാരാണ് ഇന്ന് മോക്ഷമാർഗത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട്, അദ്ദേഹത്തിന്റെ ഉപദേശാനുസരണമാണ് യഥാർത്ഥമായ ഭഗവത് സേവനത്തിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ശ്രീ പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. വെറും കർമ്മികളായി പോകേണ്ട ആൾക്കാരാണ് ഭക്തരായി മാറുന്നത്. നമുക്ക് തന്നെ നമ്മുടെ എക്സാമ്പിൾ കാണാം. ഇപ്പൊ നിങ്ങൾ പലരും 4 മണിക്ക് വരുന്നു, നാമം ജപിക്കുന്നു, ഭാഗവതം വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഈ ക്ലാസ്സിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഭാഗവതം വായിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു, വായിക്കാൻ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായത് കൊണ്ടായിരിക്കും, നമുക്കതിനൊരു ബേസ് ഉണ്ടായത് കൊണ്ടാണ് നമുക്കതിന് കഴിയുന്നത്. അല്ലെങ്കിൽ നമ്മളത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വേറെ രീതിയിൽ നമ്മൾ മാറിയേനുമായിരുന്നു. ഇപ്പൊ
അപ്പം ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് പറയാം. അതിനൊരു കാരണക്കാരനായി ആരെയെങ്കിലും ഭഗവാൻ പറഞ്ഞയക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ വെറും കർമ്മികളായി പോയേനെ. അതിന് പല എക്സാമ്പിൾസും നമുക്ക് പറയാനുണ്ട്. അപ്പൊ നിമിഷ നേരത്തെ ആ ഒരു ശുദ്ധഭക്തന്റെ നിമിഷ നേരത്തെ ബ്ലെസ്സിങ്സ് മതി നമ്മളെ മാറ്റിയെടുക്കാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. പിന്നെ രാഷ്ട്രീയം, സാമ്പത്തികം, കുടുംബ ബന്ധം ഇവയിൽ ഇവയുടെ ആസക്തി കൊണ്ട് നമ്മളെല്ലാവരും അതിൽ പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് ഇപ്പൊ മാറിപ്പോകാൻ റിയലി നമുക്ക് ആർക്കും, നമ്മൾ പറയും ഓ ഇവിടെ നമുക്ക് പോയാൽ മതി എന്ന് പലരും, വയസ്സിൽ ചെന്ന ആൾക്കാർ പലരും പറയും ഇത്ര നാളായിട്ട് അനുഭവിക്കുന്ന ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ പറയുമെങ്കിലും റിയലി അവരുടെ മനസ്സിലും അതില്ല. ഇവിടെ വിട്ടുപോകാനുള്ള ഒരു മനോഭാവം അവരുടെ മനസ്സിലും ശരിയായിട്ടില്ല. പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രവൃത്തിയാണല്ലോ വലുത്. അങ്ങനെ ഒരു ഇത് വരും. അപ്പം ധൃതരാഷ്ട്രക്ക് ഇവിടെ ഇഷ്ടമുണ്ടായിരുന്നു, ഈ മിനിറ്റ് വരെയും ഇഷ്ടമുണ്ടായിരുന്നില്ല, ആ സമയം വരെയും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഉപദേശം തന്റെ അനുജനിൽ നിന്ന് ലഭിച്ചപ്പോഴാണ്, അനുജൻ എന്ന് പറയുന്ന ശുദ്ധ ഭക്തൻ എന്നോർത്തോണം, അങ്ങനെ ജനിച്ചപ്പോഴാണ് പോകാമെന്ന് അദ്ദേഹം വിചാരിക്കുന്നതും ഭവനം ഉപേക്ഷിച്ചു പോകാൻ, അങ്ങനെ ഭൗതിക ആസക്തി എല്ലാം മാറ്റി ഭവനം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായി. അപ്പം അദ്ദേഹമാണെങ്കിൽ നല്ല കാലത്തെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത ആരാണ്. ഭൗതിക വിജയത്തിന് വേണ്ടി തനിക്ക് തന്നെയും തന്റെ മക്കൾക്ക് വേണ്ടിയും എല്ലാം വേണമെന്ന് വിചാരിച്ച് ചതിച്ച് എല്ലാം കൈവശപ്പെടുത്താൻ ശ്രമിച്ച ആളാണ്. ചതിയായിരുന്നു അദ്ദേഹത്തിന്റെ വെപ്പൺ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഭൗതിക വിജയത്തിന് ഏത് സമയം തന്റെ മകൻ ചെയ്യുന്ന എന്തിനേയും സഹായിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടത്. അപ്പം ഇവിടെ അതെല്ലാം മാറി ഭക്തകാരുണ്യത്താൽ പരമവിജയമായ ആത്മസാക്ഷാത്കാരത്തിൽ വിജയം നേടാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹം ഇറങ്ങിപ്പോകാൻ തയ്യാറാവുകയും ചെയ്തു. അപ്പൊ ഭൗതിക ലോകത്തുള്ള എല്ലാം യാഥാർത്ഥ്യമായി തോന്നും. അപ്പം അങ്ങനെ നമ്മൾക്കിപ്പൊ കണ്ട എല്ലാം ഉണ്ട്, എല്ലാം ശരിയാണ്. കാരണം കുറെ കാലം നിലനിൽക്കുന്നുണ്ട് ഈ ഭൗതിക കാലത്തുള്ള കാര്യങ്ങളെല്ലാം. നമ്മുടെ ഒരു ജന്മത്തിൽ അത് നശിക്കുന്നുമില്ല. അപ്പൊ ഇതെല്ലാം സത്യമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക തന്നെ ചെയ്യും. അപ്പം ആ ഭൗതിക ലോകത്തിലുള്ളത് യഥാർത്ഥമായി തോന്നുമെങ്കിലും ചിലപ്പോൾ അത് കുറെ കാലം നിൽക്കുകയും അതെന്തായി തീരും, നല്ല ക്ലൗഡ് നമ്മൾ കാണും. ആ ക്ലൗഡ് കുറച്ച് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും, മഴയായി മാറുന്നത് എന്നുവെച്ചാൽ അവിടെ ആ ക്ലൗഡ് കണ്ടാൽ കുറെ സമയത്തേക്ക് അവിടെ നിൽക്കുന്നു. ക്ലൗഡ് നല്ല മഴക്കാറുണ്ട് എന്ന് നമ്മൾ പറയും അല്ലെ, കുറെ സമയത്തേക്ക് അവിടെ നിൽക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് മഴയായി വർഷിക്കുകയും ചെയ്യും എന്ന് നമ്മൾ. അപ്പൊ അതുപോലെ ആ സമുദ്രത്തിലെ തിരമാലയെ പോലെയും ഇതിനെ എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. തിരമാല അടിച്ചു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അല്ലെ. ആ പത ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നോക്കി നിന്നു ആ തിരമാലയുടെ ഭംഗി, അതിന്റെ ആ ബബിൾസിന്റെ ഭംഗി. പക്ഷെ തിരിച്ചത് പോകുമ്പോൾ വെറും വെള്ളമാണ് അല്ലെ. അപ്പൊ അത് കാണുമ്പോൾ ആ ഭംഗി അങ്ങ് മാറും എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ഭൗതിക ലോകത്തിന്റെ മനോഹാരിത എന്തുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ പറയും നമ്മൾ അവിടെ പോയി ഏതെല്ലാം രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞു, എത്ര രാജ്യങ്ങളിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഈ രാജ്യങ്ങളിലെല്ലാം പോകുമ്പോൾ അവിടുത്തെ മനോഹരമായ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ ഭാഗ്യം ചെയ്തവരാണ് നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ശരിയാണ്, കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇതൊക്കെ കാണുമ്പോൾ. ഇപ്പം അമേരിക്ക ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ പോകുമ്പോൾ അപ്പൊ അവിടെ അതൊക്കെ അവിടുത്തെ ആ ഭംഗി, അവിടുത്തെ ഇത് വർണ്ണനയൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ സിറ്റികളിലൊക്കെ പോകുമ്പോഴേ, അല്ലെങ്കിൽ അമേരിക്കൻ സിറ്റികളിലൊക്കെ പോകുമ്പോഴേ അതൊക്കെ കാണാൻ നമ്മുടെ മനസ്സിന് വളരെയധികം നമ്മളങ്ങ് ആകർഷിതരാകും. നമുക്ക് മനസ്സിന് വളരെയധികം ഇഷ്ടം തോന്നും. അപ്പൊ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇനിയും വേറൊരിടത്ത് പോകണം. അങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും ഓരോന്ന്. പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല, ഇതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുപോകും. ഇതെല്ലാം അതിനപ്പുറത്തൊന്നും ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് അടുത്ത നിമിഷം ഇതെല്ലാം നമുക്ക് നഷ്ടമാകാം. അപ്പൊ അതുപോലെ നമ്മൾ എപ്പോഴും ഈ ആകാശം കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോ ഈ മേഘം അങ്ങ് മാറിയാൽ പിന്നെയും എന്തേ ഉള്ളവിടെ, ആകാശം മാത്രമേ നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ ഓർക്കാറില്ല. അപ്പം അതുപോലെ പരിപൂർണമായ സത്യം എന്നും സത്യമായി നിലനിർത്തുന്നുണ്ട്, അതിനൊരു മാറ്റവും വരുന്നില്ല. നമ്മൾ ഇംഗ്ലീഷിന് ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് ശ്രീല പ്രഭുപാദർ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ പരിപൂർണ സത്യത്തിന് മാറ്റം വരാതെ നിൽക്കുക.
അപ്പം മൂഢന്മാരായ ആൾക്കാര് താൽക്കാലികമായി ഉണ്ടാകുന്ന ഈ മേഘത്തെ കുറിച്ചും ചിന്തിക്കുമ്പോൾ, വിദ്വാൻമാരെ സനാതനമായ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു ബ്രഹ്മാവിന്റെ ആയുസ് മുഴുവൻ ആ ആകാശത്തെ കുറിച്ച് ചിന്തിക്കുന്നു, ആകൃഷ്ടരാകുന്നു എന്നുള്ളതാണ്. അതാണ് രണ്ടു തരം ജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. താൽക്കാലികമായി കാണുന്ന ഭംഗിയിൽ നമ്മൾ സാധാരണക്കാരെ ആകൃഷ്ടരാകുമ്പോൾ, വിദ്വാൻമാരായുള്ളവർ ആ താൽക്കാലിക ഭംഗിക്ക് അപ്പുറത്തൊന്നുണ്ട്, സനാതനമായതൊന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇവിടെ ഈ പറഞ്ഞു കൊടുത്തതെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുവാൻ വിതുരർക്ക് കഴിയുകയും ചെയ്തു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതിലൊരു കുറെ കാര്യങ്ങളൊക്കെ ശ്രീല പ്രഭുപാദര് പറഞ്ഞിട്ടുണ്ട്. പുസ്തകമുള്ളവർ അത് വായിച്ചു നോക്കുക. ഹരേ കൃഷ്ണ. ശ്ലോകം 30. പതിം പ്രയാന്തം സുബലസ്യ പുത്രി പതിവ്രതാചാനി ജഗാമ സാധ്വി ഹിമാലയന്യസ്തദണ്ഡപ്രഹർഷം മനസ്സിനാമിവ സൽസംപ്രഹാര. പതിം പ്രയാന്തം സുബലസ്യ പുത്രി പതിവ്രതാചാനി ജഗാമ സാധ്വി ഹിമാലയം ന്യസ്തദണ്ഡപ്രഹർഷം മനസ്സിനാമിവ സൽസംപ്രഹാര. പതിം പ്രയാന്തം സുബലസ്യ പുത്രി പതിവ്രത ച അനുജഗാമ സാധ്വി ഹിമാലയം ന്യസ്തദണ്ഡ പ്രഹർഷം മനസ്സിന ന്യസ്തദണ്ഡം പ്രഹർഷം മനസ്സിന ഇവ സത്സംപ്രഹാര. പതിം തന്റെ ഭർത്താവ് പ്രയാന്തം കൊട്ടാരം ഉപേക്ഷിക്കുന്ന വേളയിൽ സുബലരാജാവിന്റെ പുത്രി തന്നെ പതിവ്രത എന്ന് വെച്ചാൽ പതിവ്രതയായിട്ടുള്ള ആ പുത്രി, അത് നമുക്കറിയാവുന്ന കാര്യം. അനുജഗാമ അനുഗമിച്ചു, സാധ്വി മനസ്സിലും വാക്കിലും കർമ്മത്തിലും പരിശുദ്ധയായിട്ടുള്ള അവൾ ഹിമാലയ പർവ്വതത്തിന് നേരെ ന്യസ്തദണ്ഡ സന്യാസദണ്ഡ് സ്വീകരിച്ചവൻ പ്രഹർഷം അമൃതാനന്ദത്തിന് ഹേതുവായ പൊരുൾ. പ്രഹർഷം എന്താണോ അമിതമായ ആനന്ദത്തിന് ഹേതുവാകുന്നത്. മനസ്സിന മഹായോദ്ധാക്കളുടെ ഇവ പോലെ സത്തായിട്ടുള്ളത് ന്യായമായിട്ടുള്ളത്. സംപ്രഹാര ഒരു പ്രഹരം എന്നതുപോലെ. ഇപ്പം പതിം പ്രയാന്തം സുബലസ്യ പുത്രി പതിവ്രത ചാനി ജഗാമ സാധ്വി ഹിമാലയം ന്യസ്തദണ്ഡം പ്രഹർഷം മനസ്സിന ഇവ സത്സംപ്രഹാര. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചുള്ളൂ. ഒരാള് വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പതിം പ്രയാന്തം സുബലസ്യ പുത്രി പതിവ്രതാ ചാനുജഗാമ സാധി ഹിമാലയം നൃത്തദണ്ഡ മനസ്സിനാമിവ സത്സംപ്രഹാര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹിമാലയം ന്യസ്തദണ്ഡ പ്രഹർഷം, അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ന്യസ്തദണ്ഡ പ്രഹർഷം മനസ്സിന ഇവ സത്സംപ്രഹാര. ഹരേ കൃഷ്ണ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീ ഭക്തിവേദാനന്ദ സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഇവിടെ വിവർത്തനം. കന്ദഹാർ രാജ്യത്തിലെ, കാണ്ഡഹാർ നമ്മൾ പറയും അല്ലെ, രാജ്യത്തിലെ ഇത് ഗാന്ധാരമാണ്. ഗാന്ധാര രാജാവായിരുന്ന സുബലന്റെ പുത്രിയും സുശീലയും പതിവ്രതയുമായിരുന്ന ഗാന്ധാരി ശത്രുക്കളാൽ പരാജിതരായ യോദ്ധാക്കളെ പോലെ സന്യാസദണ്ഡ് സ്വീകരിച്ച് ആത്മപരിത്യാഗ ജീവിതം സ്വീകരിക്കുന്നവരുടെ അഭയസ്ഥാനവും അമിതാനന്ദപ്രദായകവുമായ ഹിമാലയ സാനുക്കളിലേക്ക് തന്റെ ഭർത്താവ് ഗമിക്കുന്നത് ദർശിക്കാൻ അദ്ദേഹത്തെ ഒരു സാധ്വിയെ പോലെ അനുഗമിച്ചു. അപ്പൊ നമ്മള് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു, അദ്ദേഹം ആരെയും വിളിച്ചില്ല, ആരെക്കുറിച്ചും ചിന്തിച്ചില്ല, തന്റെ ബന്ധുക്കളെ കുറിച്ച് അദ്ദേഹം ഓർത്തില്ല, കൊട്ടാരത്തെ കുറിച്ച് ചിന്തിച്ചില്ല, രാജ്യത്തെ കുറിച്ച് ചിന്തിച്ചില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തന്റെ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കണം, ഭഗവാനെ കുറിച്ച് അറിയണം, ഇറങ്ങിപ്പോകണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം അങ്ങ് ഇറങ്ങിപ്പോയി. ത്യാഗമാർഗത്തിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ധൃതരാഷ്ട്രക്ക് വിതുരർ നൽകിയപ്പോഴേ എല്ലാം ഗാന്ധാരിയും സമീപത്ത് ഉണ്ടായിരുന്നു. ഗാന്ധാരി എപ്പോഴും
ധൃതരാഷ്ട്രരോട് അടുത്തുണ്ടാകും. അപ്പൊ ഇതെല്ലാം നൽകുന്ന സമയത്ത് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഗാന്ധാരിയും ഇതെല്ലാം കേട്ടുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് യഥാർത്ഥയെ വിളിക്കുന്നില്ല, കൂടെ ആവശ്യപ്പെടുന്നും ഇല്ല. അപ്പൊ എപ്പോഴും സമീപത്തുണ്ടായിരിക്കുന്ന ഗാന്ധാരിയെ അദ്ദേഹം വിളിക്കാതെയാണ് ഇറങ്ങി പോകുന്നത്. അപ്പൊ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സുബല രാജാവിന്റെ പുത്രിയാണ്, ധൃതരാഷ്ട്രയുടെ പത്നിയുമായ സൗബലിനി അഥവാ ഗാന്ധാരി. അപ്പൊ പതിവ്രതയായ ഉത്തമ പത്നിയാണ്. നമുക്കറിയാം, ഭർത്താവിന് കാഴ്ചയില്ല എന്ന് കേട്ട മാത്രയിൽ തന്നെ തന്റെ കണ്ണുകൾ മൂടുകയും ചെയ്ത ആളായിരുന്നു, മാതൃകയായിരുന്നു ആരെ ഗാന്ധാരി എന്ന് പറയും. അപ്പം പതിവ്രതയായിരുന്നു, പ്രജ്ഞാർപ്പിതവുമായ ആ ഒരു രീതിയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പം ഇതിഹാസത്തിൽ പല സാത്വികളെ കുറിച്ചും പറയുന്നുണ്ട്. അവരിൽ ഒരാളായിരുന്നു ഗാന്ധാരിയും. നമ്മള് സീത, ദ്രൗപദി, അഹല്യ, താര, അനസൂയ ഇവരൊക്കെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീരത്നങ്ങളാണ് ഇവരൊക്കെ. സീത, ദ്രൗപദി, അഹല്യ, താര, അനസൂയ, സുലോചന, അത്രയും പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്വി രത്നങ്ങളായിട്ട് പറയാം. അതുപോലെ തന്നെ ആയിരുന്നു ഗാന്ധാരിയും. അപ്പൊ അങ്ങനെ വളരെ ഭർത്താവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച സ്ത്രീയായിരുന്നു ഗാന്ധാരി. അപ്പൊ അവിടെ ആരാണ് പതിവ്രത എന്നതിനെ കുറിച്ച് നമുക്ക് 7:11-25 ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭാഗവത 7:11-25 ഒരു പതിവ്രത എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. 7-ാം സ്കന്ധം 11-ാം അധ്യായം 25-ാം ശ്ലോകം പറയുന്നു. 4 ക്വാളിറ്റീസ് പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ട്. എന്താണ്? ഏതവസരത്തിലും ഭർത്താവിനെ പൂർണ്ണമായും സേവിക്കുന്നവളായിരിക്കണം ഒരു ഭാര്യ എന്നവിടെ പറയുന്നുണ്ട്. കൂടാതെ ഒരു ഭർത്താവിന്റെ ഡിസയർ എന്താണെന്ന് മനസ്സിലാക്കി അത് സ്വന്തം ഡിസയർ ആയിട്ട് എടുക്കാൻ കഴിയുന്നതായിരിക്കണം ഒരു ഭാര്യ എന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു സ്ത്രീ ചെന്ന് കയറുന്ന കുടുംബത്തിലെ അവരുടെ റിലേറ്റീവ്സിനെ എല്ലാം പ്രോപ്പറായി റെസ്പെക്ട് ചെയ്യാൻ കഴിവുള്ളവളും ആയിരിക്കണം ഒരു പതിവ്രത. പിന്നെ അവളുടെ ഹസ്ബൻഡിന്റെ ഡിസയർ അനുസരിച്ചായിരിക്കണം അവൾ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇതിനെല്ലാം ചോദ്യം ചെയ്യും. ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതെങ്ങനെയായിരിക്കണം ഒരു പതിവ്രത? ഒരു സാധാരണ സ്ത്രീയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ഒരു പതിവ്രതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു പതിവ്രത എങ്ങനെയായിരിക്കണം? പിന്നെ കൂടാതെ അങ്ങനെയുള്ളൊരു സ്ത്രീയെ ഒരിക്കലും ഒരു ഗ്രീഡിയാകാൻ പാടില്ല. പിന്നെ അവൾ എപ്പോഴും അവളുടെ ഹസ്ബൻഡിനെ സേവ് ചെയ്യുന്നതിൽ എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി സേവ ചെയ്യാൻ തയ്യാറായിരിക്കുകയും വേണം. ചെയ്യുന്ന സേവ ചെയ്താൽ മാത്രം പോരാ, അത് മാനസികമായി നല്ല സ്നേഹത്തോടു കൂടി ആയിരിക്കുകയും ചെയ്യണം. പിന്നെ ഏത് സമയത്തും ഒന്നും ബാധിക്കാതെ ഒരു ചാസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? നല്ലതായി ഡ്രസ്സ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ക്ലെൻലിനെസ്സോടുകൂടി വീട് സൂക്ഷിക്കാനും എപ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആയിരിക്കണം അവളിൽ നിന്ന് വരേണ്ടത്. ഇനി അതുപോലെ വീട് നല്ല പരമമായി ശുദ്ധിയോടുകൂടി സൂക്ഷിക്കാൻ അവൾ തയ്യാറായിരിക്കണം. പിന്നെ വീട്ടിലുള്ള ബാഡ് തിങ്സ് ഒന്നും വീട്ടിൽ വെച്ചിരിക്കാൻ അവൾ അനുവദിക്കരുത്. ഹൗസ് ഹോൾഡ് അഫയേഴ്സ് വേണ്ട രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ളവളുമായിരിക്കണം. അപ്പൊ ഇതെല്ലാം ഒരു പതിവ്രതയെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പതിവ്രത എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോഴവിടെ ഇവരുടെ ആ ത്യാഗത്തെ കുറിച്ച്, തന്റെ ഭർത്താവിന് കാഴ്ചയില്ല, തനിക്കും ആ കാഴ്ച വേണ്ട എന്ന് ഓർത്തുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ തയ്യാറായ സാധ്വിയും പതിവ്രതയുമായ ഗാന്ധാരി ജീവിതാന്ത്യം ആ സമയം വരെയും ഭർത്താവിനെ തന്നെ അനുഗമിച്ചു. ഇനിയും ഭർത്താവിനെ തന്നെ അനുഗമിച്ചുകൊണ്ട് വാനപ്രസ്ഥം സ്വീകരിച്ചു പോകാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. സന്യാസിയായിട്ടല്ല പോകുന്നത്, ധീരനാകാനാണ് പറഞ്ഞത്. സന്യാസിയായി പോയാൽ ഭാര്യയെ കൂടെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. ബ്രഹ്മചര്യം, ഗ്രഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം അല്ലെ? അപ്പൊ അതിലെ വാനപ്രസ്ഥ സ്റ്റേജിലേക്കാണ് പോയത്. വാനപ്രസ്ഥത്തിലേക്ക് പോയി കുറച്ചുനാൾ വാനപ്രസ്ഥം സ്വീകരിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് സന്യാസം എടുക്കാം. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഭാര്യയ്ക്കും കൂടെ പോകാൻ കഴിഞ്ഞു. അപ്പം
സന്യാസ ജീവിതത്തിൽ പത്നി ഒരിക്കലും ഭർത്താവിനോടൊപ്പം കഴിയാൻ കഴിയില്ല. പക്ഷേ വാനപ്രസ്ഥത്തിൽ അതിന് കഴിയുമെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ.